പെൺകുട്ടികളെ കെട്ടിയിട്ടുകൊണ്ട് സ്വകാര്യ ഭാഗങ്ങളിലും തലയിലും വെടിയുതിർത്തു. മാത്രമല്ല മൃതദേഹങ്ങളെ പോലും പീഡിപ്പിച്ചു എന്നാണ് ഹമാസ് ഭീകരർ നടത്തിയ കൊടും ക്രൂരത എന്നുള്ളത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലെ ഹമാസ് നടത്തിയിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ കൂട്ടബലാത്സംഗം, ലൈംഗിക അവയവങ്ങൾ വികൃതമാക്കൽ എന്നിവയുൾപ്പെടെ കുറഞ്ഞത് 15 വ്യത്യസ്തമായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസുകളിലായിട്ടാണ് 17 സാക്ഷികളാണ് ഈ കേസിൽ മൊഴി നൽകി എന്നുള്ളത്. ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നഗ്നമായി കണ്ടെത്തിയ മൃതദേഹങ്ങൾ, തൂണുകളിലോ മരങ്ങളിലോ കൈകൾ ബന്ധിച്ച നിലയിലുള്ളവ, ജനനേന്ദ്രിയത്തിൽ വെടിയേറ്റ തരത്തിലുള്ള മൃതദേഹങ്ങൾ, ജനനേന്ദ്രിയങ്ങൾ വികലമാക്കപ്പെട്ടതുമായിട്ടുള്ള മൃതദേഹങ്ങൾ എന്നിങ്ങനെയാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത്. ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ കണക്കുകൾ വ്യാപകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലസ്തീനെയും ഗാസ മുനമ്പിനെയും അവരുടെ സങ്കേതമാക്കിയുള്ള അവിടുത്തെ ജനങ്ങളെയും മനുഷ്യ കവചങ്ങളാക്കി ഉപയോഗിച്ച് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചുവെന്നും ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊല്ലപ്പെട്ടതിന് ശേഷം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് പെൺകുട്ടികളെ മരങ്ങളിലോ തൂണുകളിലോ കെട്ടിയിട്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലും തലയിലും വെടിവെച്ച് പല കേസുകളിലും കൂട്ടബലാത്സംഗത്തിന് ശേഷം വാസ്തവത്തിൽ മൃതദേഹങ്ങൾ വികൃതമാക്കി ഉപേക്ഷിച്ചു. ഈ ആക്രമണങ്ങളൊന്നും തന്നെ ഒരു സാധാരണ കൊലപാതകം മാത്രമായിരുന്നില്ല, മറിച്ച് ലൈംഗിക അതിക്രമം ഒരു തന്ത്രപരമായിട്ടുള്ള ആയുധമാക്കിയിട്ട് അവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സമൂഹത്തിലെ അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ സമൂഹത്തിലെ ഭയം, അതേപോലെ തന്നെ അരക്ഷിതാവസ്ഥ, ആഴത്തിലുള്ള മാനസിക ആഘാതം എന്നിവയ്ക്കും കാരണമാകുന്നതെന്നാണ്. പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഭയം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ഹമാസിന്റെ ഒരു ലക്ഷ്യം തന്നെ. ഇതിനധികം പറയുന്നു, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു യുവതിയുടെ മൃതദേഹം ഗാസയിലെ 4-5 ജിഹാദികളുടെ മേൽനോട്ടത്തിൽ ഒരു കാറിന്റെ പിന്നിൽ ഏതാണ്ട് നഗ്നയായി പ്രദർശിപ്പിക്കുന്നതും അതേപോലെ തന്നെ അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ ആ മൃതദേഹത്തിൽ തുപ്പിയതും ഒക്കെ തന്നെ ലോകം കണ്ടതാണ് എന്നുള്ളതാണ്. അതേസമയം ഹമാസ് പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുന്നത് വരെ താൻ വിശ്രമിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തു.